നീ കൊള്ളാമല്ലോടാ കൊച്ചിനെ. നീ കൊള്ളാമല്ലോടാ കൊച്ചിനെ. എന്തിനാ വീട്ട് ഓടിച്ചത്? ഗ്രാമസേവി ചേച്ചി അവന്മാർ ചീത്ത പറഞ്ഞു. ഏതാ? ബാൻഡ് മാസ്റ്റർ എസ്തപ്പന്റെ മകൻ ബാബു. ഓ, അപ്പോഴും താഴെ. ആ മൂത്തവര് പറഞ്ഞ കേക്ക് വഴി താഴെയിട്. എടാ, നീ എന്തിനാ അവരെ തല്ലിയത്? ചേച്ചി ചീത്ത പറഞ്ഞ പിന്നെ തല്ല വെക്കുമോ? ഇതാണ് ഗ്രാമസേവി ചേച്ചി. നമസ്കാരം. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടിൽ കൊള്ളാമായിരുന്നു. വീടോ? ആ പള്ളിയുടെ അടുത്ത് ഒരു ടീച്ചറിന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഓ, നമ്മുടെ അന്നമ്മ ടീച്ചറിന്റെ വീട്. ആ, എനിക്കറിയാം. പക്ഷെ ഒരു ഫാമിലിക്ക് കൊടുക്കൂ. ഫാമിലിക്കിപ്പോ ഫാമിലി ഉണ്ട്, ഫാമിലി ഉണ്ട്, ഫാമിലി. എന്നാ തരും. ബാബു, നീ ഇവിടെ ചെല്ലേ. വരട്ടെ. വലിയ ഉപകാരം. വരൂ. ഫാമിലിക്കിപ്പോ ഇവിടെ പോകും. ശരിടാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ബാബു. എന്താ? ഈ വീട് വാടകയ്ക്ക് കൊടുക്കുമെന്ന് കേട്ടു. ആർക്കാണ്? ഞങ്ങൾക്കാണ്. നമ്മുടെ ബ്ലോക്ക് ഓഫീസിൽ ചേച്ചി പറഞ്ഞയച്ചതാ. നല്ല പാർട്ടിയാ. വീട് തരാം, പക്ഷേ ഇന്ന ജാതിക്ക് വീട് കൊടുക്കുന്നുണ്ടോ? ഏയ്, ഏത് ജാതിയായിരുന്നാലും നല്ല മനുഷ്യരായിരുന്നാൽ മതി. വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യം, ഞാൻ ഫാമിലിക്ക് വീട് കൊടുക്കുള്ളൂ. ഞങ്ങൾ ഫാമിലിയുമായിട്ട് വന്നിരിക്കുന്നത്. ഓഹോ, ആ, 150 രൂപ വാടക തരണം. 3 മാസത്തെ അഡ്വാൻസും. സമ്മതിച്ചു. മച്ചാ, ഇത്രയും കൂടി വന്നോളൂ. പാത്തുമ്മ, പതുക്കെ പതുക്കെ. ഗർഭിണിയാ, സൂക്ഷിച്ചോ. പാത്തുമ്മ നടന്നോ. പതുക്കെ പതുക്കെ പറ്റുള്ളൂ. അങ്ങനെ. പാത്തുമ്മ, പതുക്കെ. പാത്തുമ്മ, പടി പടി. അയ്യോ, നമ്മളെ എന്നെ പേടിക്കും. പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കെട്ടിയോളാ പാത്തുമ്മ. എന്താ ഈ കുപ്പായിട്ടിരിക്കുന്നത്? അത് നമ്മുടെ ജാതിക്ക് പതിവാ. വീട്ടിനകത്തായാലും കോശായിട്ടേ ഇരിക്കൂ. നീ എന്താടി വല്ലാണ്ട് നിക്കണത്? നിനക്ക് ഏനക്കേട് വല്ലതും ഉണ്ടാ? അടി വയറ്റില് ഒരള്ളിപ്പെടുത്തു. അതോ ചതിച്ചാ. ഭാര്യ ഗർഭിണിയാണല്ലേ? അതെ, അതുകൊണ്ട് ആശുപത്രിക്ക് അടുത്തുള്ള ഈ വീട് തന്നെ നമ്മൾ നോക്കിയത്. പാത്തുമ്മ മുമ്പ് പ്രസവിച്ചിട്ടില്ലേ? ഇല്ല, ഇത് കടിഞ്ഞൂല. നിക്കാഹ് കഴിഞ്ഞിട്ട് മരുന്നും മന്ത്രമൊക്കെ ആയി വർഷം 20 കഴിഞ്ഞു. പക്ഷേ തക്കാവ് പള്ളിയിലൊരു നേർച്ച നേർന്നപ്പോഴാ ഇവർക്ക് പള്ളയിലായത്. അപ്പൊ സൂക്ഷിക്കണം. വളരെ ആയാസമുള്ള പണി ഒന്നും ചെയ്യിക്കരുത്. അതൊക്കെ ചെയ്യാൻ ഞമ്മളില്ലേ? അകത്തേക്ക് വിളിച്ചോണ്ട് പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഞാൻ അപ്പുറത്തെ മുറിയിലുണ്ടാവും. അച്ഛാ, ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ എടുത്തു. നമ്മളെ ഒന്നും താങ്ങിക്കോളൂ. ഗർഭം വേണ്ടാന്ന് നമ്മൾ അപ്പോഴേ പറഞ്ഞതാ. ബാപ്പുട്ടി, എത്ര നാളെ കൊടുത്തു നോക്കിയാൽ ഇങ്ങനെ കഴിയും? എന്ത് ചെയ്യും? നമുക്ക് ആ KVKയുടെ കണ്ണിൽപ്പെടാതെ താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? കഴിയുന്നതും വേഗം ആ ടീച്ചറെ ചാക്കിട്ട് പിടിക്കും. അല്ലെങ്കിൽ ഇതൊന്നും ഊരിയെടുക്കാൻ പറ്റില്ല. ആ ഗ്രാമസഭ വരുന്നുണ്ട്. വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീടിന് ശുപാർശ ചെയ്യാനാ വന്നത്. അതിനു മുൻപ് നിങ്ങൾ താമസവുമായി. ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് ഉടനെ വീട് കിട്ടി. ഇതാണ് നമ്മുടെ കെട്ടിയോട് പാത്തുമ്മ. ഗർഭിണിയാ. ഓഹോ, ഗർഭിണിയാണോ? എന്നാ നിങ്ങളൊന്ന് അപ്പുറത്തേക്ക് പോണം. ഞാൻ പാത്തുമ്മയോടൊന്ന് സംസാരിക്കട്ടെ. പാത്തുമ്മ, നിന്റെ കണ്ടീഷനും കൂടി ഓർമ്മിച്ചിട്ട് വേണം വർത്താനം പറയാൻ. അല്ലോ, നമ്മുടെ കണ്ടീഷൻ. നിങ്ങളും പോണം. പാത്തുമ്മയ്ക്ക് എത്ര വയസ്സായി? 45. ഇതേതാ മാസം? അത് കെട്ടിയവനെ അറിയാവൂ. ആ പകയനെന്നെ ഈ അനങ്ങാൻ വയ്യാത്ത പരുവത്തിലാക്കി. അങ്ങനെ ശപിക്കരുത്. വിവാഹമായാൽ ഗർഭം ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അല്ലോ. ആട്ടെ, ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതുണ്ടോ? ശരീരം മുഴുക്കനും ഇടിച്ചു ഞുറുക്കണ വേദനയാ. അല്ലോ. ഇവിടെ വല്ല വേദനയുണ്ടോ? ഇല്ല. ഇവിടെയോ? അന്നമ്മ ടീച്ചറുടെ വീട്ടിലാണല്ലേ താമസം? അതേ മുതലാളി. ആ ഗ്രാമസേവിക അവർക്ക് വീടെടുത്ത് കൊടുത്തതെന്ന് തോന്നുന്നു. അവൾക്ക് ഇവരുമായിട്ട് എന്താണ് ബന്ധം? എന്തോ അറിയില്ല. കൂടെ ഒരു പുതിയ ആളുമുണ്ട്. അതാരാ? ആരെന്ന് മനസ്സിലായില്ല. ചെറുപ്പക്കാരനാ. സാറ് കുറെ നേരം കൊണ്ട് നിൽക്കുന്നല്ലോ. എന്തോ വേണം? ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണം. ഓരോന്നങ്ങോട്ട് പറഞ്ഞാട്ടെ സാറേ. അതിപ്പോ അറിഞ്ഞൂടാ എങ്ങനെയാ പറയുന്നത്.
ആ ഭാഗ്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ വേണമെന്ന് പറയണം സാറേ. ദാ, ഇവർക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം കൊടുത്തേക്ക്. ലേഡീസ് ഫസ്റ്റ്. Thanks. എന്ത് വേണം? പാതി ബ്രെഡ് വേണം. ആ പാതി മുറിച്ചിവിടെ കൊടുക്കില്ല. പാതി ഞാൻ എടുത്തോളാം. ഇനി എന്തൊക്കെയാ വേണ്ടത് പറയണം. 1/2 കിലോ ചേന, എനിക്ക് 1/2 കിലോ ചേന, 1/4 കിലോ പച്ചമുളക്, 1/4 കിലോ പച്ചമുളക്, 2 മുരിങ്ങയ്ക്ക, 2 മുരിങ്ങയ്ക്ക, 1/4 കിലോ തക്കാളി, 1/4 കിലോ തക്കാളി, 2 സ്ലൈഡ്, 1 റിബൺ. ആ 1/4 കിലോ സ്ലൈഡ്, 1/4 കിലോ റിബൺ. മിസ്റ്റർ, ഞാൻ ചോദിക്കുന്ന സാധനങ്ങളല്ല നിങ്ങൾ ചോദിക്കുന്നല്ലോ. ക്ഷമിക്കണം, പുതിയതായി കുടുംബം നടത്തുകയാണ്. കൂട്ടാൻ വയ്ക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടു. ഈ റിബണും സ്ലൈഡും കൂട്ടാൻ വയ്ക്കാനാണോ? ഗ്രാമസേവികയല്ലേ, വല്ല പുതിയ പാചകവുമാണെന്ന് കരുതി. റിബൺ കുറുമ, സ്ലൈഡ് തോരൻ. പിന്നെ ഗ്രാമസേവിക ആയതുകൊണ്ട് ചോദിക്കുകയാണ്, പരിചയം കാണുമല്ലോ, എങ്ങനെയാ വെക്കുന്നത്? എന്താ പറഞ്ഞത്? അയ്യോ തെറ്റിദ്ധരിക്കരുത്, ഇതെല്ലാം കൂട്ടാൻ വെക്കുന്നത് എങ്ങനെയെന്ന്. എന്നാലേ തൽക്കാലം നിങ്ങളുടെ വീട്ടുടമസ്ഥയോട് പോയി ചോദിക്കണം എങ്ങനെയാ വെക്കുന്നതെന്ന്. തെറ്റിദ്ധരിക്കണ്ട, കൂട്ടാൻ വെക്കുന്നത്. 3 രൂപ 50 പൈസ. ഇതാ ബാക്കി ഗുഡ് മോർണിംഗ് മാഡം. ബാബു ഓക്കെ. വല്ലതും പറ്റിയോ? പറ്റിയത് എനിക്കല്ല, എസ്തപ്പൻ ആൻഡ് സൺസിനാണ്. കണ്ടില്ലേ ദേ തലകുത്തി കിടക്കുന്നത്. വേദന വല്ലതുണ്ടോ? ഏയ് ഒന്നുമില്ല, വെറുതെ ഒരു സമ്മർ സോൾട്ട്. കാറിന്റെ പുറത്തല്ല സമ്മർ സാൾട്ട്. ഞാൻ ഈ വേല കാണിച്ചില്ലെങ്കിൽ കുമാരി ഉഷ ഇപ്പൊ ലോക്കപ്പിൽ. അതെങ്ങനെ? നാളത്തെ പത്രത്തിൽ വെണ്ടയ്ക്ക, ഭയങ്കരമായ കാർ അപകടം, ആള് സംഭവ സ്ഥലത്ത് ക്ലോസ്. KVKയുടെ പ്രിയപുത്രി എസ്തപ്പൻ സൺസിനെ കാറ് കയറ്റി കൊന്നിരിക്കുന്നു. അല്ല, ബാബു മരിക്കാൻ കാത്തു കിടക്കാണോ? ആര് മരിച്ചാലും ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടും. 250 മണീസ്. എന്നാ ഞാൻ മരിക്കാം. അത് വേണ്ട, ഈ ലോകത്ത് വേറെ ആരൊക്കെ മരിച്ചാലും ഉഷ മരിക്കരുത്. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എടീ കുടുംബാസൂത്രണം, നീ ഇവിടെ ജീവിക്കാൻ വന്നോ അതോ ഞങ്ങൾ എതിർക്കാൻ വന്നോ? കുറച്ചുകൂടി മര്യാദയെ സംസാരിച്ചാൽ കൊള്ളാം. ആ അന്നമ്മ ടീച്ചറിന്റെ വീട് നീ ആർക്കാ ശുപാർശ ചെയ്ത് കൊടുത്തത്? ആരോ വീട് ആവശ്യപ്പെട്ടു വന്നവർക്ക്. അവര് ജയിൽ ചാടി വന്ന കൊലപ്പുള്ളികളാണെന്ന് നിനക്കറിയാമോ? അവര്? അതെ. അവർക്കും നിനക്കുമായി എന്താ ബന്ധം? ലവോ സെക്സോ അതോ ഫാമിലി പ്ലാനിങ്ങോ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ലോക്കപ്പിലാക്കും. ഞാൻ പറയാം, അവരുടെ കൈവിടണം. ഇവൻ നിന്റെ ആരാടി? അതും ഞാൻ പറഞ്ഞുതരാം, കൈവിടണം. ശരി ശരി, ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ച് നമ്മൾ വഴക്കുണ്ടാക്കുന്ന നാണക്കേടാണ്. അത് ഈ ബ്ലോക്ക് ഓഫീസിന്റെ മുമ്പിൽ വെച്ച് നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ആശിലേ, ഇപ്പറ്റിയൊന്ന് സൂക്ഷിച്ചോളേ, ഞാൻ ഇപ്പൊ വന്നേക്കാം. ആ സാർ വന്നട്ടെ.